Parle Fab in yummy chocolate and vanilla crème. ഞങ്ങളായിട്ട് ഓടിച്ചിട്ട് നീ ചായ കുടിക്കുന്നോ? നിന്റെ മുഖച്ചായ ഞങ്ങളിത് മാറ്റും. ഇവൻ നമ്മോടൊപ്പം ഒളിച്ചു കളിക്കുകയാണോ അതോ ഓടിച്ചിട്ട് തല്ലുകയാണോ? ഖന്ന സാറിന്റെ വീട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കാം. ഖന്ന സാറിന്റെ മൊത്തം ടാലന്റ് ഒളിച്ചിരിക്കുന്നത് ഖന്ന സാറിന്റെ വീട്ടിലല്ലേ? അപ്പൊ പിന്നെ എനിക്കും ധൈര്യമായിട്ട് ഒളിച്ചിരിക്കാം. ആഹാ, കൊള്ളാലോ. ഇതിൽ കുറച്ചേരം പാട്ട് കേട്ടോണ്ടിരിക്കാം. ഞങ്ങൾക്ക് തോന്നി നീ ഇങ്ങോട്ടാ വന്നേന്ന്. ഇന്ന് നീ ശരിക്കും കരയും. അതൊക്കെ വിട്. ഈ ടേപ്പ് റെക്കോർഡർ എന്നെക്കാൾ നന്നായിട്ട് കരയും. എന്റെ അച്ഛന്റെ കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കാളിയാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ല, എന്റെ പൊന്ന് കാളിയാ. അയ്യോ പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിടണേ. അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, ഈ കവിത കേട്ടിട്ട് ഒന്നിനും കൊള്ളൂല. ഒരു കാര്യം ചെയ്യാം, അടുത്ത് വെച്ച് നോക്കാം. നീ കവിത ശ്രദ്ധിക്കാതെ അതിൽ വന്നിട്ടുള്ള മെസ്സേജ് ശ്രദ്ധിക്ക്. ഖന്ന സാറിന് എന്തോ അപകടം പറ്റിയിരിക്കുക. കാലിയ കന്നാ സാറിന്റെ വായ അടച്ചു വെച്ചിരിക്കുന്ന തോന്നുന്നത്. അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയുന്നില്ല. എന്റെ അമ്മോ, ആ വായ ആരെങ്കിലും ഒന്ന് അടച്ചല്ലോ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കാറല്ലേ പതിവ്. ഫ്രീ സിം കൊടുക്കുന്ന കമ്പനി പോലും ഇങ്ങേരുടെ പൈസ വാങ്ങിക്കും. കാരണം എന്താണെന്ന് വെച്ചാലേ ഇങ്ങേർക്ക് സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. കന്നാ സാറിനെ അയാൾ അടിച്ചു. നിനക്ക് കാര്യം മനസ്സിലായോ? തട്ടിക്കൊണ്ടു പോയത് ഒരു മനുഷ്യനാണ്, അത് ജന്തുക്കളൊന്നുമല്ല. കന്നാ സാർ ഇപ്പോ ഒരു ക്ലൂ തന്നിരിക്കുക. ഇപ്പൊ അഡ്രസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാൻ താടി വളർത്തി കഴിഞ്ഞാൽ വളരെ ബോറാണ്. കാലിയെ കൊണ്ടുപോകുന്നത് കറുത്ത പാറക്കെട്ടിലേക്കാണ്. ആദ്യം പറയുന്നത് മുഴുവൻ കേൾക്ക്. ഇപ്പൊ നമുക്ക് ഖന്ന സാറിനെ രക്ഷിച്ചേ പറ്റൂ. നമുക്ക് ടേപ്പ് റെക്കോർഡറും കൊണ്ട് പോകാം. പോകുന്ന വഴിക്ക് നമുക്ക് കേൾക്കാം. കിട്ടിപ്പോയേ, കറുത്ത പാറക്കെട്ട് കിട്ടിപ്പോയേ. അതെ ചേട്ടാ, ഞാൻ കറുത്ത പാറക്കെട്ടൊന്നുമല്ല, കറുത്ത പോത്താണ്. എന്റെ സ്വന്തം പേരാണ് പോത്തച്ഛൻ. കിട്ടിപ്പോയി, കറുത്ത പാറ കിട്ടിപ്പോയി, കിട്ടിപ്പോയി, കറുത്ത പാറ കിട്ടിപ്പോയി, കിട്ടിപ്പോയി, കറുത്ത പാറ കിട്ടിപ്പോയി. ഞാൻ മര്യാദക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ വയറ്റിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നോ? ഇങ്ങനത്തുള്ള നീ ആരാ? മൈക്കിൾ ജാക്സണോ? ഞാൻ പാറയല്ലടാ, പോക്കിരിയാ. കേട്ടോടാ, പിങ്കിരി. എല്ലാരും വേഗം ഓടിക്കോ. ആഹാ, കൊള്ളാലോ. ദേ പലഹാരം ഇരിക്കുന്നു. Splash, slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആദ്യം പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ല കൂട്ടുകാരെ, സത്യത്തിൽ ഖന്ന സാറിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത്യാവശ്യം വല്ലതുണ്ടോ? മിക്കവാറും ഖന്ന സാറിന്റെ പൊട്ട കവിത കേട്ടിട്ട് തട്ടിക്കൊണ്ടേ കുട്ടികൾ തിരിച്ചു കൊണ്ടാക്കാനാ സാധ്യത. ഒന്ന് മിണ്ടായിരിക്കുകയാണ്. ആ ടേപ്പ് റെക്കോർഡറിംഗ് എടുക്ക്. ഖന്ന സാർ ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? നീ
ദീപാവലിക്ക് വീട്ടിൽ വിളക്കുകൾ തെളിയിക്കാറുണ്ട്. പടക്കം എനിക്ക് പേടിയാണ്. ഇവരുടെ ഗാർഡ്സ് കരടിയാണ്. അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. എന്തായാലും കന്ന സാറിനെ രക്ഷിക്കണം. നമുക്ക് അഡ്രസ് അനുസരിച്ച് പോകാം. കൂട്ടുകാരെ, ഇനിയും നമ്മൾ വൈകാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞില്ലേ? എന്നവാ പോകാം. അടിപൊളി. നമ്മളിത് റേഡിയോയിൽ പറഞ്ഞ സ്ഥലത്തെത്തിയല്ലോ. പക്ഷെ എനിക്കൊരു സംശയം, നിങ്ങൾ നടന്ന് മോളോട്ട് എത്തിനാ പോകുന്നേ? ഞങ്ങള് മുകളിലോട്ടല്ല, നീ താഴ്ന്നു പോവാണ് ഹണി. അയ്യോ ദേ, താഴെ ചതുപ്പാണ്. ഹണി, നീ അനങ്ങരുത്. നമ്മൾ കന്നാ സാറിന്റെ അടുത്ത് എത്താതിരിക്കാനായിട്ട് ആ കാലിയായിരിക്കും ഈ ചതുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചത്. ദേ നോക്കിയേ, ആ മരക്കൊമ്പിന്റെ സഹായത്തോടെ നമുക്ക് ഹണിയെ ചതുപ്പിൽ നിന്നും പൊക്കിയെടുക്കാൻ പറ്റും. ഹണി, നീ എന്റെ കയ്യിലോട്ട് പിടിക്ക്. അപ്പൊ നീ കൈനെ മാത്രമേ രക്ഷിക്കുള്ളൂ? എന്നെ ഇപ്പൊ മൊത്തത്തിൽ രക്ഷിക്കാൻ ഉദ്ദേശമില്ലേ? ഇത് വല്ലാത്ത ചതിയായി പോയി. എടാ മരക്കഴുത, നിന്റെ കൈ ഇങ്ങോട്ട് താടാ. എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നത് ഇവൻ ആ കാലിയുടെ കൂട്ടുകാരനാണെന്നാ. എന്റെ വലിയളിയനെ വിടാനാ പറഞ്ഞേ. ഈ കൊടുത്താൽ കളിപ്പാട്ടമെല്ലാം ചലിക്കുമല്ലോ. ഇവൻ എന്റെ ഈരയാണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായും വലിക്കുമല്ലോ. ഇന്നലെ ഒരു പോത്തിന്റെ കൂടെ കാട്ടിലൂടെ പോയി. ഇങ്ങനെ കിക്കിളിയാക്കല്ലേ, ഞാൻ ചിരിച്ച് ചിരിച്ച് ചാവാറായി. കൂട്ടുകാരെ, നമ്മൾ രാവിലെ തൊട്ട് കന്ന സാറിനെ അന്വേഷിക്കുക. രാത്രി ഏതായാലും നമുക്ക് ഇവിടെ തങ്ങാം. രാവിലെ നമുക്ക് വീണ്ടും അന്വേഷിച്ചു തുടങ്ങാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രാത്രിയാകുമ്പോ കറുത്ത പാറക്കെട്ടുകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. മര്യാദക്ക് അലാറം വെച്ചേക്ക്. രാവിലെ കണ്ണു തുറന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരും എഴുന്നേപ്പിച്ചില്ലെന്ന് എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. എടാ, അങ്ങോട്ട് നോക്ക്, കറുത്ത പാറക്കെട്ടുകൾ നമ്മുടെ അടുത്തുണ്ട്. അവന്മാരെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത്. തടയണം. വേഗം വാ. ആക്രമിക്ക. മര്യാദയ്ക്ക് ഇവിടുന്ന് വേഗം പോകാൻ നോക്ക. ഈ കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥർ ഞങ്ങളാണ്. ഇങ്ങോട്ട് വരാൻ ആരെയും സമ്മതിക്കില്ല. ഖന്ന സാറിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലം മറികടന്ന് പോയേ പറ്റൂ. കാടിന്റെ രാജാവാണ് സിംഹം. ഞങ്ങൾ തീർത്തതാണ് ഈ വ്യൂഹം. നിങ്ങളാണെങ്കിൽ 4 പേരുണ്ട്, ഞങ്ങളാണെങ്കിൽ 2 പേരുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങിയാലോ ഈ യുദ്ധം? നിങ്ങളെന്താ പേടിപ്പിക്കുകയാണോ? ശക്തിയില്ലാത്ത ഒരാളാണെന്ന് ഒരിക്കലും കരുതരുത്. ദായി സോർദാറെ, പോയി 2 ഇടി കൊടുത്തിട്ട് വാ. അവർക്ക് ജയിച്ചതിന് ശേഷം പറഞ്ഞാ മതി നീ ഹണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. നിന്നെ പോലുള്ള കൂട്ടുകാരന്മാരെ കൊടുത്ത് വല്ല പാത്രം എക്സ്ചേഞ്ചിൽ വാങ്ങിക്കായിരുന്നു. ഞാൻ തന്നെ പോകാം. ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലുന്നോ? ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. ഹാങ്ങർ കണ്ടപ്പോ തുണി ഉണങ്ങാനിട്ടതാണ്. എന്റെ കണ്ടത് ഹാങ്ങർ ആയിട്ടാണല്ലേ? അടി കൊണ്ട് എനിക്ക് ഹാങ് ഓവർ ആയി. അടി അവന്മാരെ.
ഐഡിയ. ഇനി നമ്മൾ ആ പാറക്കെട്ടിൽ കയറുന്നത് തടയാൻ ആർക്കുമാവില്ല. ഇവിടെ പുല്ലുകൾ മാത്രമല്ലേ ഉള്ളൂ. കാലി എവിടെ? നീ അഡ്രസ് ഒന്നുകൂടെ കേൾപ്പിച്ച ഹണി. എന്റെ അമ്മോ, ദീപാവലിക്ക് വീട്ടിൽ വിളക്ക് തെളിയിക്കാറുണ്ട്. പടക്കം എനിക്ക് പേടിയാണ്. ഇവരുടെ ഗേൾസ് കരടിയാണ്. നിങ്ങളുടെ അഭിനയം ഒട്ടും പോരാ. നിങ്ങൾ ഈ ഓഡിഷനിൽ ഫെയിൽ ആയിരിക്കുകയാണ്. നിങ്ങളുടെ അവസാനത്തെ അവസരവും നഷ്ടമായിരിക്കുകയാണ്. പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. പണി പാളി. ചിലപ്പോൾ നോക്കി നിന്നാൽ കൊടുക്കേണ്ടി വരും നോക്കുകൂലി. ഇനിയിപ്പോ ഞാൻ ബാങ്കിൽ തന്നെ നോക്കേണ്ടി വരും ജോലി. അയ്യോ, ഇത് കന്നാ സാറിന്റെ ഓഡിഷന്റെ റെക്കോർഡിംഗ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചത് അദ്ദേഹം അപകടത്തിലാണെന്നാണ്. കന്നാസാറിന് കുഴപ്പമൊന്നുമില്ല. അതോർക്കുമ്പോ സന്തോഷമുണ്ട്. ബാക്കി ചിന്തിക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട്. ഇതുകൊണ്ടാണ് എല്ലാരും പറയുന്നത് കാര്യങ്ങൾ മുഴുവൻ കേൾക്കണമെന്ന്. അല്ലെങ്കിൽ ആർക്കാണെങ്കിലും അബദ്ധം പറ്റിയേക്കാം. ആ, എന്തായാലും ഇത്തവണത്തെ യാത്ര വളരെ സാഹസികമായിരുന്നു.